ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവം നമ്മൾക്ക് നിത്യേന അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ ദൈവത്തിന് സ്തുതി അർപ്പിക്കാനും ആ കിട്ടിയ അനുഗ്രഹങ്ങൾ നാവുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രഘോഷിക്കുവാനുമുള്ള ധൈര്യം, മനസ്സ് നമുക്കുണ്ടായാൽ ദൈവം നിങ്ങളുടെ അനുഗ്രഹത്തെ ഇരട്ടിയാക്കി മാറ്റും. ദൈവമായ കർത്താവ് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്ത് ഗബ്രിയേൽ ദൂതൻ വഴി പരിശുദ്ധ കന്യാമറിയത്തിന് മംഗളവാർത്ത അറിയിച്ച് ആ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാന പുരോഹിതനായ സക്കറിയായിക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമെന്ന് പറയുന്ന കാര്യം ദൈവം സാധ്യമാക്കി കൊടുക്കുവാൻ, വന്ധ്യയായിരിക്കുന്ന അവൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം വിളംബരം ചെയ്യുന്നു. ആ വാഗ്ദാനം കേൾക്കുമ്പോൾ സംശയത്തോടെ നിൽക്കുന്ന, ആ അറിയിച്ച ദൂത് നടക്കുമോ ഇല്ലയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന സക്കറിയായോട് ദൂതൻ പറയുന്നുണ്ട്, ഈ പ്രവചനം നടക്കുന്നത് വരെ നിന്റെ നാവ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലതും ബന്ധനമായി നിൽക്കുന്നതിന് ദൈവം പലരിലൂടെയും നമ്മളിലേക്ക് ദൂതുകൾ പറയുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ മുന്നിൽ വിധേയപ്പെട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. അനുഗ്രഹം പല തടസ്സങ്ങൾ മറികടന്നു വേണം അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 62 മുതലുള്ള തിരുവചന ഭാഗമാണ്. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്തുപലക വരുത്തി അതിൽ യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് അരുളി ചെയ്തത്, ജനിക്കാൻ പോകുന്ന ശിശുവിന് നിന്റെ ചാർച്ചക്കാരിലോ കുടുംബത്തിലോ ആർക്കുമില്ലാത്ത പേരായ യോഹന്നാൻ എന്ന് പേര് നൽകി അവനെ വിളിക്കണം എന്നു പറഞ്ഞത്. സംശയത്തോടെ നോക്കി നിന്ന സക്കറിയായിക്ക് നാവ് ബന്ധിക്കപ്പെടുന്നു. ശിശു ജനിച്ചു കഴിഞ്ഞ് ആ ശിശുവിന് എന്ത് പേരിടണമെന്ന് ബന്ധുക്കൾ ചോദിക്കുമ്പോൾ സക്കറിയ ഒരു എഴുത്തുപലകയിൽ അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയും സക്കറിയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 67 മുതലുള്ള തിരുവചനം നമ്മൾ നോക്കിയാൽ
സക്കറിയ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുവാൻ തുടങ്ങി. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറഞ്ഞാൽ മക്കളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, ജീവിത പങ്കാളിയെ നോക്കി, നിങ്ങളുടെ നഷ്ടങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള കൃപ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ദൈവം തരും. കാരണം നിങ്ങൾ ദൈവമക്കളാണ്. ഒരു പിതാവ് തനിക്കുള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി വീതം വയ്ക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം വീതം വെച്ച് തരും. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ദൈവമേ നീ എന്നെ സഹായിക്കണം, മക്കളെ സഹായിക്കണം, ജീവിത പങ്കാളിയെ സഹായിക്കണം, എൻ്റെ ബിസിനസ് മേഖലയെ സഹായിക്കണം, എൻ്റെ ഈ രോഗത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ നീ സഹായിക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ നീ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ, നിങ്ങളിൽ നിറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവചിക്കുവാൻ തുടങ്ങും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധിയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.